ദേശാഭിമാനി മുഖപ്രസംഗം 2024 ആഗസ്റ്റ് 13. എവിടെ ഞങ്ങളുടെ മെഡലുകൾ? പാരീസിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം അണഞ്ഞു. ഒളിമ്പിക്സിലെ മധുരിക്കുന്ന ഓർമ്മകളുമായി അത്ലറ്റുകൾ മടങ്ങി. ഒന്നാമതെത്തിയ സന്തോഷത്തിലാണ് അമേരിക്ക. സ്വർണ്ണപ്പോരിൽ ഒപ്പമെത്താനായതിൻ്റെ ആശ്വാസത്തിലാണ് ചൈന. എവിടെ ഇന്ത്യ? എവിടെ? ഈഫൽ ഗോപുരത്തേക്കാൾ തലപ്പൊക്കത്തിൽ ചോദ്യം ഉയരുന്നു. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന മെഡലുകൾ എവിടെ പോയി? ഇന്ത്യയിലെ 144 കോടി ജനങ്ങളുടേതാണ് ചോദ്യം. അമേരിക്കയും ചൈനയും 40 സ്വർണം വീതം നേടിയപ്പോൾ ഇന്ത്യക്ക് ഒരു തരി പോലുമില്ല. ഒരു വെള്ളിയും 5 വെങ്കലവും മാത്രം. മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനം. സമീപകാല ഒളിമ്പിക്സ് ചരിത്രത്തിലെ മങ്ങിയ പ്രകടനം. 1996 അറ്റ്ലാന്റിലും 2000 സിഡ്നിയിലും ഇതേ സ്ഥാനമായിരുന്നു. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ 7 മെഡലും 48ാം സ്ഥാനവും. ആധുനിക ഒളിമ്പിക്സ് 1.25 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഒരിക്കലും ഇരട്ടയാക്ക നേട്ടം സാധ്യമായില്ല. ഇക്കാലയളവിൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചത് 10 സ്വർണ്ണമടക്കം 41 മെഡൽ മാത്രം. ഓർക്കുക, ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഈ ഒളിമ്പിക്സിൽ മാത്രം 40 സ്വർണം വീതമുണ്ട്. ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണെങ്കിലും മെഡൽ നേട്ടത്തിൽ താഴോട്ടാണ്. എവിടെയോ ഗുരുതര പിഴവ് പറ്റിയിരിക്കുന്നു. ഇന്ത്യയേക്കാൾ പല സാഹചര്യങ്ങളിലും പിന്നിലുള്ള രാജ്യങ്ങൾ മെഡലുമായി കുതിക്കുന്ന കാഴ്ചയാണ്. കരീബിയൻ ദ്വീപായ സെൻറ്റ് ലൂസിയയ്ക്കും ഒരു പൊന്നുണ്ട്. കെനിയയും ഉഗാണ്ടയും ഗോട്ടിമാലയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുമെല്ലാം സ്വർണ്ണത്തിളക്കത്തിലാണ്. യുദ്ധഭൂമിയിൽ നിന്നെത്തി 3 സ്വർണ്ണമണിഞ്ഞ ഉക്രൈൻ താരങ്ങൾ വാഴ്ത്തപ്പെടേണ്ടതാണ്. ക്യൂബയ്ക്ക് 2 സ്വർണ്ണമടക്കം 9 മെഡലുണ്ട്. എന്തുകൊണ്ട് നമുക്ക് സാധ്യമാവുന്നില്ല? ഇക്കാര്യത്തിൽ തിരിച്ചറിവും വിശദമായ പരിശോധനയും തിരുത്തലും അനിവാര്യം. പൊള്ളയായ അവകാശവാദങ്ങൾ കൊണ്ട് ലോകവേദിയിൽ തിളങ്ങാനാവില്ല. പ്രചാരണ കോലാഹലങ്ങൾക്കും സെൽഫി ചിത്രങ്ങൾക്കും ട്രാക്കിന് പുറത്തുവരെയേ ആയുസുള്ളൂ. ലക്ഷ്യത്തിനായുള്ള നമ്മുടെ പദ്ധതികൾ ഒന്നുകിൽ കാലഹരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ അത് സ്വാർത്ഥ താൽപ്പര്യങ്ങളാൽ ദുർബലമാക്കപ്പെട്ടു. 470 കോടി രൂപയാണ് ഇന്ത്യയുടെ 3 വർഷത്തെ ഒളിമ്പിക്സ് ഒരുക്കത്തിന് ചെലവിട്ടത്. ഒളിമ്പിക്സിൽ മെഡൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ 10 വർഷം മുമ്പ് ആരംഭിച്ച ടോപ്സ് പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് കരുതണം. അമ്പെയ്ത്ത്, ബാഡ്മിൻ്റൺ, ബോക്സിംഗ്, ഹോക്കി, ഷൂട്ടിംഗ് എന്നീ ഇനങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം. കഴിഞ്ഞ 3 ഒളിമ്പിക്സിലും ഈ ഇനങ്ങളിലെ പ്രകടനം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കായിക നയവും സമീപനവും പലപ്പോഴും കളിക്കും കളിക്കാർക്കും അനുകൂലമല്ലെന്ന വിമർശനം കുറച്ചു കാലമായുണ്ട്. ഗുസ്തി താരങ്ങൾ സമരത്തിനിറങ്ങിയപ്പോൾ അത് പ്രകടമായതാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തലപ്പത്ത് മലയാളിയായ PT ഉഷയാണ്. അവിടെ നടക്കുന്ന അധികാര വടംവലിയും തൊഴുത്തിൽ ഭാവിയിലേക്ക് നൽകുന്നത് നല്ല ചിത്രമല്ല. കായികരംഗം കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടണം. പുതിയ താരങ്ങളെ കണ്ടെത്താനും അവർക്ക് പരിശീലനം നൽകി വലിയ മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കാനും സാധിക്കണം. ഇരുട്ട് നിറയുന്നതിനിടയിലും നീരജ് ചോപ്രയുടെ വെള്ളി വെളിച്ചവും മനു ഭാക്കറിൻ്റെ വെങ്കല ശോഭയും നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഹോക്കി നൽകുന്നത് സുവർണകാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് വെങ്കല നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചെന്നത് അഭിമാനാർഹമാണ്. ക്രിക്കറ്റിൻ്റെ ജനപ്രീതിയിലും പണക്കൊഴുപ്പിലും മറ്റ് കളികൾ അപ്രസക്തമായി പോകുന്നുവെന്ന യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ലോകത്തിലെ തന്നെ മുൻനിര സാമ്പത്തിക ശക്തിയാണ്. അതിനൊപ്പം മറ്റ് കളികൾക്ക് പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ BCCIക്കാണ്. ഇതിൻ്റെ രാഷ്ട്രീയവും തിരിച്ചറിയപ്പെടണം. അടുത്ത ഒളിമ്പിക്സിന് ഇനി 4 വർഷമുണ്ട്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസാണ് വേദി. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് സമീപനത്തിൽ മാറ്റം വരുത്തിയാലേ രക്ഷയുള്ളൂ. അതിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ഇന്ത്യ ഒളിമ്പിക്സ് വേദിയിൽ തിളങ്ങുന്നൊരു കാലത്തിനായി കാത്തിരിക്കാം.